നെയ്യാറ്റിൻകരയിൽ അമ്മയും രണ്ട് മക്കളെയും ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. 13കാരൻ ആശുപത്രിയിലായി. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് മഞ്ചവിളാകത്ത് താമസിക്കുന്ന രമ്യ എന്ന സ്ത്രീയുടെ വീട്ടിലാണ് ഈ സംഭവം. 2 മക്കളുണ്ട് അവർക്ക്. 2 മക്കളും അവരും ഒന്നിച്ച് ആ വീട്ടിൽ താമസമാണ്. മൂത്ത മകന് 13 വയസ്സുണ്ട്. ആ മകൻ രാവിലെ എഴുന്നേറ്റ് മുൻവശം വാതിൽ തുറന്നപ്പം ഷോക്കടിച്ചു, തെറിച്ച് താഴെ വീണു. പയ്യൻ നിലവിളിച്ചു. അമ്മ ഓടി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഷോക്കടിച്ചെന്ന് മനസ്സിലായി. അവർ നോക്കിക്കഴിഞ്ഞപ്പം മീറ്ററിൻ്റെ അവിടുന്ന് നേരിട്ടൊരു കണക്ഷൻ വീടിൻ്റെ മുൻവശം വാതിലിൻ്റെ പിടിയിലിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് മകന് ഹെവി ഷോക്കുണ്ടായത്. നമുക്കറിയാം വീട്ടിലോട്ട് കണക്ഷനൊക്കെ 230 വോൾട്ട് കറണ്ടാണ് വരുന്നത്. അത് ഡയറക്റ്റ് വീടിനകത്ത് വരുമ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറയും. നമ്മുടെ ഇവിടെ ഡയറക്റ്റായിട്ട് പോസ്റ്റിൽ നിന്ന് വരുന്ന മീറ്ററിലേക്ക് വരുന്ന ആ കറണ്ട് അത് നേരിട്ട് അവിടെ നിന്ന് വീടിൻ്റെ മുൻവശം വാതിലിൻ്റെ ഹാൻഡിൽ കൊളുത്തി വച്ചിരിക്കുകയാണ്. എത്ര ക്രൂരമായ ഒരു സംഭവമാണത്. ഇതൊരു അറ്റംപ്റ്റ് ടു മർഡർ തന്നെ, കൊലപ്പെടുത്താൻ തന്നെ. അത് വീട്ടിലെ അമ്മയും മക്കളെയും കൊലപ്പെടുത്താൻ തന്നെ, അതിന് യാതൊരു സംശയമില്ല. കാരണം ഇതേപോലെ ഒരു അറ്റംപ്റ്റ് ഞാൻ 10-25 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ഏറ്റവും ഞടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഈ ലക്ഷ്മി കൊലക്കേസ്. ഇത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, സഫാരി ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി കൊലക്കേസ് ജഗതിയിലുണ്ടായതാണ്. ജഗതിയിലെ വലിയൊരു പണക്കാരൻ്റെ മകനാണ് ലക്ഷ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അന്ന് സെൻട്രൽ ജയിലിലെ IG ഓഫ് പ്രിസൺ IG-യുടെ മകളെയാണ് കെട്ടിയിരിക്കുന്നത്. ലക്ഷ്മിയെ അയാൾക്ക് ഇഷ്ടമില്ലാതെ വന്ന് ഭർത്താവിന് ലക്ഷ്മിയെ അവസാനം കൊന്നു. ജീവപര്യന്തം തടവ് കഴിഞ്ഞ് അയാൾ ജയിലിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങി. ആ കേസ് ഞാൻ അന്വേഷിച്ച കേസാണ്. അതിൻ്റെ തുടക്കത്തിൽ ലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഭർത്താവ് ആ വീടിൻ്റെ 2ാം നിലയിൽ അവരുടെ മുറിയുടെ പുറത്ത് വശത്തൊരു വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കൊച്ചിന് രാവിലെ വെള്ളം തിളപ്പിച്ചിട്ട് പാല് ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി അത് ചെയ്തത്. ആ ഹീറ്ററിലേക്ക് ലക്ഷ്മി അറിയാതെ പോസ്റ്റിൽ നിന്ന് നേരിട്ട് മീറ്ററിൽ വരുന്ന കണക്ഷൻ ഇങ്ങോട്ട് ഈ ഹീറ്ററിലേക്ക് കൊടുത്തു. എന്നിട്ട് അറിയാത്ത പോലെ ഭർത്താവ് ഇരുന്നു. രാത്രിയിലാണ് കണക്ഷൻ കൊടുത്തത്. രാത്രി ഭർത്താവ് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേവലാതിപ്പെട്ട് നടക്കുന്ന കണ്ടപ്പോൾ അനിയൻ അത് ശ്രദ്ധിച്ചു. അനിയൻ ഇത് കണ്ടുപിടിച്ചു. ആ കണക്ഷൻ ത്രൂ കൊടുത്തിരിക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയും ഇളയവനും ചേർന്ന് അത് ഡിസ്കണക്ട് ചെയ്തു. ഇത് ആ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഭാര്യയെ കൊല്ലാൻ ഭർത്താവ് നേരിട്ട് ശ്രമിച്ച ഒരു അറ്റംപ്റ്റാണ്. അതുകൊണ്ടാണ് ആ കേസ് വാടക കൊലയാളിയെ കൊണ്ട് കൊന്നിട്ട് ലക്ഷ്മിയുടെ ആഭരണങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ടും അത് ഒരു വാടക കൊലയാളി ആണ് എന്ന് അവസാനം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു. കാരണം അതൊരു മോഷണ ശ്രമത്തിന് ലക്ഷ്മിയെ കൊന്ന് സ്വർണം കൊണ്ടുപോയി. കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ഇരുന്ന ആഭരണങ്ങൾ മൊത്തം കൊണ്ടുപോയി. പാദസരവും ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. അപ്പോൾ അത് മോഷണ ശ്രമത്തിൽ അവരെ കൊന്നിട്ട് കൊണ്ടുപോയതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള. പക്ഷേ അതിന് ഏകദേശം 5-6 വർഷമോ മുമ്പ് ഇതുപോലൊരു അറ്റംപ്റ്റ് ആ വീട്ടിലുണ്ടായി എന്ന് ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ അനിയനെയും ലക്ഷ്മിയുടെ അമ്മായിമ്മയും ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ആ കേസ് ഡിറ്റക്ഷനിലോട്ട് പോയത്. വാടക കൊലയാളി തന്നെയായിരുന്നു. വാടക കൊലയാളി റിവാർഡ് ലക്ഷ്മിയുടെ ദേഹത്തുള്ള മുഴുവൻ ആഭരണം എടുത്തോളൂ, ലക്ഷ്മിയെ കൊന്നു തന്നോളൂ എന്ന് ഭർത്താവ് കോൺട്രാക്റ്റ് കൊടുത്തു. ഭർത്താവിനെ വാടക കൊലയാളിയും വാടക കൊലയാളിക്ക് കൂട്ടുനിന്ന വാടക കൊലയാളിയുടെ ഭാര്യയും ശിക്ഷിച്ചു. ജീവപര്യന്തം കഴിഞ്ഞ് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി. എന്നെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അത് മീറ്ററിൽ നിന്ന് നേരിട്ട് ഒരു കണക്ഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച് അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വരാൻ കാരണം. അമ്മ രമ്യ അവരും 2 മക്കളും തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആരോ അവരുടെ ശത്രു, അയൽവക്കത്തുള്ളവരാകാം, അവരുടെ
ഏതെങ്കിലും ബന്ധുക്കളാകാം, ഇവരോട് വൈരാഗ്യമുള്ള ആളാകാം. എന്തായാലും പോലീസ് ഇത് കാര്യമായിട്ട് അന്വേഷിച്ചേ പറ്റുള്ളൂ. നെയ്യാറ്റിൻകര പോലീസ് അടിയന്തരമായിട്ട് ഇത് അന്വേഷിച്ച് ഇത് കണ്ടെത്തണം. CCTV ദൃശ്യം നോക്കണം. അവരെ ചോദ്യം ചെയ്തിട്ട് ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അവരെ ശത്രുക്കളെന്ന് നോക്കണം. ഇത് വളരെ ഗോപ്യമായ രീതിയിൽ ആ കുടുംബത്തെ കൊല്ലാനും രമ്യയും മക്കളെയും കൊല്ലാനുള്ളൊരു ശ്രമം തന്നെയാണ്. അത് ആരെങ്കിലും മകനെ അവിടെ വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് ഷോക്കടിപ്പിച്ച് മരിക്കുമ്പം അമ്മയെ ഇളയ കുട്ടിയും ഓടി വരും. ഓടി വന്ന് അവരും ഇതുപോലെ ഷോക്കടിച്ച് മരിക്കും. ഇതൊക്കെ കണക്കൂട്ടിയിട്ടായിരിക്കണം അത് കടിപ്പിച്ചത്. അതെന്തായാലും അത് പോലീസ് കണ്ടുപിടിക്കണം. കാരണം ഇവരെ കൊല്ലാനും നശിപ്പിക്കാനുള്ള ആൾ വെളിയിൽ നിൽക്കുകയാണ്. ഈ കേസിനകത്ത് നമ്മൾ അത് ഡിറ്റക്ഷൻ ആയില്ലെങ്കിൽ വീണ്ടും മറ്റൊരു രീതിയിൽ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നെയ്യാറ്റിൻകര പോലീസ് ഈ കേസ് അന്വേഷിച്ച് ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കണം. മാതൃപരമായ ആളെ ശിക്ഷിക്കുകയും ചെയ്യണം.